പാലക്കാട് ചിറ്റൂരിൽ പാമ്പുകടിയേറ്റ സ്ത്രീക്ക് ചികിത്സ വൈകിയതായി പരാതി. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ നല്ലേപ്പള്ളി സ്വദേശിനി രാജേശ്വരിക്കാണ് ആശുപത്രിയിൽ നിന്ന് കൃത്യമായി ചികിത്സ ലഭിക്കാതിരുന്നത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് രാജേശ്വരി പാമ്പുകടിയേറ്റെന്ന സംശയത്തിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ പാമ്പ് കടിച്ച് ചികിത്സയ്ക്കെത്തിയ ഒരു വയോധികയ്ക്ക് കൃത്യമായ ചികിത്സ നൽകാതിരിക്കുന്ന സാഹചര്യമുണ്ടായത്. മണിക്കൂറുകളോളം അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ്. നല്ലേപ്പള്ളി സ്വദേശിയായ രാജേശ്വരി എന്ന അമ്മയ്ക്കാണ് ഇത്തരത്തിൽ ചികിത്സ കൃത്യമായി ലഭിക്കാതിരുന്നത്. അവരുടെ മകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ നമ്മളൊരു 11 മണിയാകുമ്പോൾ ഈ പാമ്പ് കടിച്ചെന്നുള്ള സംശയത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവർ അവിടെ പോയ ശേഷം അവർ OP ടിക്കറ്റ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു. പുതിയ ബിൽഡിങ്ങിൽ OP ടിക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിലൊക്കെയാണ്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ നല്ല തിരക്കുണ്ട്. ആ തിരക്കിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അതിന് തിരക്കിൽ നിന്ന് OP ടിക്കറ്റ് എടുത്തിട്ട് വന്ന ശേഷമാണ് ഇവരിതിനെക്കുറിച്ച് നോക്കാൻ തുടങ്ങിയത്. അത് നോക്കിയ ശേഷം ഇവർ കുറച്ച് ബ്ലഡ് ചെക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. നമ്മൾ നേരെ ലാബിലേക്ക് അയക്കുകയാണ്. ഇപ്പോൾ ലാബിൽ എന്ന് പറഞ്ഞാൽ അത് പഴയ ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 200 മീറ്ററോളം അപ്പുറമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോം കൊടുത്തപ്പോൾ അവർ 2 ടിക്ക് ചെയ്ത് തന്നു. ഇതിന് പേയ്മെൻറ്റ് ചെയ്ത് വേണം. അത് പുതിയ ബിൽഡിങ്ങിലാണ്. നമ്മൾ വീണ്ടും തിരിച്ച് വരുന്നു. ഇവിടെ ഒന്ന് പേയ്മെൻറ്റ് ചെയ്ത് ക്യൂ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നു. തിരിച്ച് വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് ബ്ലഡ് കൊണ്ട് പോവാണ്. ഇതൊന്ന് ചെക്ക് ചെയ്ത് തരണം. അപ്പോൾ അവിടെ പോയപ്പോൾ അവരത് നോക്കി പേയ്മെൻറ്റ് ചെയ്ത് നോക്കി അവിടെ ഇരുന്നോളൂ, ഞങ്ങൾ വാങ്ങാമെന്നായി. നമ്മൾ അരമണിക്കൂറായി 3/4 മണിക്കൂറായി ഇവർ വാങ്ങുന്നില്ല. പിന്നെ അവസാനം ബഹളം വെച്ച് ഇങ്ങനെ പാമ്പ് കടിച്ചത് നിങ്ങളിങ്ങനെ വാങ്ങുന്നില്ല എന്നുള്ള ബഹളം വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ വാങ്ങുന്നത്. എന്നിട്ട് അവർ നമ്മളോട് കയർക്കുകയാണ്, നിങ്ങളത് പറയണ്ടേ, പാമ്പ് കടിച്ചതാണെന്ന് പറയണ്ടേ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതിൽ എഴുതി തരുമല്ലോ, നമുക്കറിയില്ലല്ലോ, നിങ്ങളത് നമ്മൾ കൊണ്ടുവന്ന് തരുമ്പോൾ വാങ്ങണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയും ഒതുങ്ങിയിരിക്കും, അവിടെ ഇരിക്കുക, നമ്മൾ അത് നോക്കാനറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചയക്കായിരുന്നു. എന്നിട്ട് ആ റിസൾട്ട് 2 മണിക്കാണ് വരുന്നത്, ഈ ബ്ലഡ്. അപ്പോൾ 2 മണിക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ ഇവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുക. നീ നോക്ക്, ഞാൻ നോക്ക് എന്ന് പറഞ്ഞ് ഈ സ്റ്റാഫുകൾ തമ്മിൽ തല്ലുവാണ്. അപ്പോഴും 2 മണിക്ക് വരാൻ പറഞ്ഞിട്ട് അപ്പോഴും റിപ്പോർട്ട് തരുന്നില്ല. എന്നിട്ട് അവിടുത്തെ ഒരു ലാബ് ജീവനക്കാരൻ പോയി സൂപ്രണ്ടിനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മളത് നോക്കി നിൽക്കുന്നു. അതിനുശേഷം ഇവരുടെ പ്രശ്നമെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് റിപ്പോർട്ട് തരുന്നു. ആ റിപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ താഴെ പോകുന്നത്. നിങ്ങൾ അത്രയും നേരം വലിയ ആശങ്കയിലായിരുന്നു, കാരണം ഈ പാമ്പ് കടിയേറ്റു എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലേ? അതെ, നമുക്ക് അമ്മയ്ക്ക് പാമ്പ് കടിയേറ്റു എന്നുള്ള അമ്മ വേറെ പേടിച്ച് ആ വിഭ്രാന്തിയിൽ ഇരിക്കുകയാണ്. അവർക്ക് BP-യും ഷുഗറൊക്കെ എന്താ അവസ്ഥയാണെന്ന് പറയാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് 65 വയസ്സോളമായി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മളവിടെ സ്ഥിതി ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നിട്ട് അന്ന് രാത്രി ഫുള്ള് നമുക്ക് ഒബ്സർവേഷനാണ്. അപ്പോൾ അവിടെ കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഒരു ദിവസം ഫുള്ളും തള്ളി നിൽക്കിയത്. നമ്മൾ രാത്രിയിൽ കുടിവെള്ളം നമ്മുടെ തീർന്നു പോയാൽ നമ്മൾ പുറത്ത് പോയി നൈറ്റ് എവിടെയാണോ ക്യാൻറ്റീൻ ഉള്ളത് അവിടെ പോയി വെള്ളം വാങ്ങിയിട്ട് വന്ന് കുടിക്കേണ്ട അവസ്ഥയാണ് ഓരോ പേഷ്യൻറ്റിനും. കുടിവെള്ളത്തിൻ്റെ ഒരു സജ്ജീകരണം പോലും ആ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ല. ആദ്യമേ ഈ പാമ്പ് കടിയേറ്റ് വരുമ്പോൾ ചികിത്സിക്കാൻ ഡോക്ടറും ആദ്യം തയ്യാറായില്ല അല്ലേ? ആദ്യം OP അത്യാഹിത വിഭാഗത്തിൽ പോലും OP ടിക്കറ്റ് അവിടെ നമ്മൾ 5 രൂപ കൊടുത്തിട്ട് OP ടിക്കറ്റ് വാങ്ങി താഴെ വന്നാലേ ഈ സംഭവം അവർ നോക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. നമുക്ക് ഇല്ലാതെ നമ്മൾ സാധാരണ അങ്ങനെ അല്ലല്ലോ. ഹോസ്പിറ്റലിൽ എമർജൻസി പോയി കഴിഞ്ഞാൽ ആദ്യം അത് നോക്കുക, അതിനുശേഷം മറ്റ് ഫോർമാലിറ്റീസ് നോക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. OP ടിക്കറ്റ് കൊണ്ട് താഴെ പോയ ശേഷമാണ് ഇവർ ചികിത്സകളും കാര്യങ്ങളും തുടങ്ങാനുള്ള താല്പര്യം കാണിക്കുന്നത്. വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പം ഞാനൊരു ഉദാഹരണമാണ്. അവിടെ എന്നെ നടക്കാൻ പോലും വയ്യാത്ത ഒരുപാട് അമ്മമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അലയിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ലാബ് ജീവനക്കാരാണ് കൂടുതൽ. സ്റ്റാഫുകൾ നമ്മളോടെല്ലാം പെരുമാറുന്നത് ഭയങ്കര ഈർഷ്യ ഇതിലാണ്. ഇവരെന്തോ നമ്മൾ പിടിച്ചു പറിക്കാൻ പോയ പോലെയാണ്. അതായത് നമ്മളെന്തെങ്കിലും പറയാം, അവിടെ ഇരിക്കും, അങ്ങനെ ഒതുക്കി അവിടെ ഇരുന്നു, അവിടെ ഇരിക്കും, അതായത് ഇവർ ആജ്ഞാപിച്ച് അവിടെ ഇരുത്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊതുവെ ഈ പാലക്കാട് മേഖലയിൽ നമ്മൾക്ക് ഇത്തിരി വിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് തോന്നുന്നത് ഇവർ നമ്മളെല്ലാം അടക്കി ഭരിക്കുന്നത്. ഒരുപാട് അമ്മമാർ അങ്ങോട്ടിട്ട് ചീരഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. തന്നെയാണ്. ഏതായാലും വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ പാമ്പ് കടിയൊക്കെ ഏൽക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആദ്യോടുകൂടെയാണ് അവർ ഈ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. ആ സമയത്താണ് കൃത്യമായി ആദ്യം OP ടിക്കറ്റ് എടുത്താലേ ആശുപത്രിയിൽ ചികിത്സ നൽകുള്ളൂ എന്ന് ആദ്യം പറയുന്നു. പിന്നീട് രക്തം പരിശോധനയ്ക്ക് അയക്കുന്നു. ആ രക്തം പരിശോധനയ്ക്ക് ലാബിൽ കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായിട്ട് സ്വീകരിക്കുന്നില്ല. അവിടെയും കുറേയേറെ സമയം വൈകുന്നു. പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഏകദേശം മണിക്കൂറുകൾ അവർക്ക് അവിടെ ആശങ്കയോടുകൂടെ കാത്തു നിൽക്കേണ്ട സ്ഥിതി
ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയെ കുറിച്ചാണെങ്കിൽ നേരത്തെയും നിരവധി പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. കൃത്യമായ ചികിത്സയില്ല, അവിടുത്തെ പുതിയ കെട്ടിടത്തിലേക്ക് ആശുപത്രി മാറ്റാത്തതിനെക്കുറിച്ചും മറ്റുമൊക്കെ വലിയ പരാതികൾ നേരത്തെ ഉയർന്നതാണ്. ഈ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് തന്നെ രോഗികൾക്ക് പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യം പോലും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടുമുണ്ട്. അതിനിടെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ തുടരുന്നത് എന്നുള്ളതാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.